തിരുവനന്തപുരം ചിറയൻകീഴിൽ BJP സ്ഥാനാർത്ഥി ടിൻഡു ജി വിജയന്റെ വീടിന് തീയിടാൻ ശ്രമം. രാത്രി 1 മണിയോട് കൂടിയാണ് ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ച് 2 പേർ വീടിന് തീയിടാൻ ശ്രമിച്ചത്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടെ സംഘം രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങളുണ്ട്. ഇതാണ് ദൃശ്യങ്ങളിൽ കാണാം. തീയിടാൻ വന്നവരാണ്. കോട്ടും സ്യൂട്ടുകൾ മഴയായതുകൊണ്ടായിരിക്കും കോട്ടൊക്കെ ഇട്ട് വന്നത്. ഈ മഴയത്താണ് വീടിന് തീയിടാൻ വരുന്നത്. അല്ലെങ്കിൽ തന്നെ വീടിന് തീയിടാൻ പാടില്ല, അത് വേറെ കാര്യം. പക്ഷേ എന്നാലും ഹെൽമറ്റൊക്കെ വെച്ച് എന്തോ പ്ലാൻ ചെയ്ത് വന്നതാണ്. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നതോടുകൂടി സംഘം രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ CCTV ഒക്കെ ഉള്ള സമയത്ത് ഇതേപോലെ വന്ന് കയറുക എന്നൊക്കെ പറഞ്ഞാൽ, ഇതാണ് ദൃശ്യങ്ങൾ. വീടിന് തീയിടാനുള്ള ദൃശ്യങ്ങളാണ്. ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചെത്തിയ 2 പേരാണ് വീടിന് തീയിടാനൊരു ശ്രമം നടത്തുന്നു. തീപ്പെട്ടി ഉരയ്ക്കുന്നത് കാണാം. നല്ല മഴയും പെയ്യുന്നുണ്ട്. മറ്റെന്തെങ്കിലും സ്ഫോടക വസ്തുക്കളോ പെട്രോളിയം ഉൽപ്പന്നങ്ങളോ എന്തെങ്കിലും ഒഴിച്ചിട്ടുണ്ടോ എന്നും അറിയില്ല. തീപ്പെട്ടി ഉരച്ചിട്ട് അങ്ങോട്ട് കത്തിയില്ല. എന്തായാലും ഹെൽമെറ്റിൽ ഏതോ ഒരാളുടെ പടം ഇരിപ്പുണ്ട്. അരുൺ സോളമനുണ്ട്. അരുൺ സോളമൻ, ആ പ്രദേശത്ത് ഹെൽമെറ്റിൽ ഏതോ ഒരു പടം വെച്ചൊരു കക്ഷിയെ കട്ടിയാൽ നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റും. ഇതെന്താ സംഭവം അരുൺ? ഈ BJP സ്ഥാനാർത്ഥിയാണ് ഈ വീട്ടിലുള്ളത്. ഇയാൾക്ക് മറ്റാരെങ്കിലുമായിട്ടും ശത്രുതയോ പിണക്കമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇനി ഇതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ അരുൺ? നിലവിലെ ഒരു സാഹചര്യത്തിൽ ടിൻഡു ജി വിജയൻ ആദ്യമായിട്ടാണ് അരുൺ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരാർത്ഥിയായിട്ട് എത്തുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതെങ്കിലും സംഘർഷങ്ങൾ നടന്നിട്ടുണ്ടോ, മറ്റാരെങ്കിലുമായിട്ട് എന്തെങ്കിലും വാക്കുതർക്കങ്ങൾ നടന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു. പക്ഷെ അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ചിറയൻകീഴിലെ ഈ 17ാമത്തെ വാർഡിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ചിട്ടുള്ള വിവരം. ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ടിൻഡു ജി വിജയനും അവരുടെ 2 മക്കളും അച്ഛനും അമ്മയുമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. കാരണം ഈ 2 പേരും ഹെൽമെറ്റ് ധരിച്ച് റെയിൻകോട്ട് ഇട്ടാണ് വീടിന് പുറകുവശത്തുകൂടിയാണ് ഇവർ വരുന്നത്. അത് നമുക്ക് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണാവുന്നതാണ്. ഇവർ ആദ്യം വീടിന്റെ വാതിലും അതുപോലെ ഒരു ഫ്ലോർ മേറ്റും കത്തിക്കാനായിട്ട് ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടതിന് പിന്നാലെ തൊട്ടപ്പുറത്തുള്ള ഈ അടുക്കള വാതിലിനുള്ള സമീപത്തുള്ള ജനാലയിലൂടെ തീ അകത്തെറിഞ്ഞ് തീ പടർത്താനുള്ള ഒരു ശ്രമം നടത്തി. ഈ 2ഉം പരാജയപ്പെട്ടു. പക്ഷെ ഇത് നടക്കുന്നതിനിടയിൽ ശബ്ദം കേട്ടാണ് ടിൻഡു ജി വിജയൻ ഉണർന്ന് നോക്കുമ്പോൾ, വാതിൽ തുറന്ന് നോക്കുമ്പോഴാണ് ഇവർ കടന്നു കളയുന്ന ദൃശ്യങ്ങളാണ് അവർ നേരിൽ കാണുന്നത്. പിന്നീട് CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ ഈ 2 പേരും വരുന്നത് കാണാം. ഏകദേശം 1 മണിയോട് കൂടിയാണ് അവർ ഈ വീടിന്റെ ഭാഗത്തേക്ക് വരുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആക്രമണം നടത്താനായിട്ട് അല്ലെങ്കിൽ ഈ വീട് കത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയെന്നുള്ളതിൽ വലിയ ആശ്ചര്യം ആ കുടുംബത്തിനുണ്ട്. കാരണം ആ കുടുംബം മറ്റാർക്കും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സാഹചര്യങ്ങളില്ല, മറ്റു പരാതികളില്ല. ഒരു BJPയുടെ അനുഭാവി മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യാദർച്ഛികമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച അവർ സ്ഥാനാർത്ഥിയായി. ഇതിനോടകം അവരുടെ ഇപ്പോൾ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ്. ഓക്കെ, CCTV ദൃശ്യങ്ങളിൽ എന്തെങ്കിലും സൂചനകളുണ്ടോ എന്നുള്ളതാണ്. എന്തായാലും അന്വേഷിക്കും. തീ കത്തിച്ച് ജനലിലൂടെ ഉള്ളിലൂട്ട് ഇടാൻ ഒരു ശ്രമം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. അന്വേഷിക്കട്ടെ. ഇങ്ങനെ പല പരാതികളും ചിലതൊക്കെ ആന്റി ക്ലൈമാക്സ് ആയി മാറിയ ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ആവാതിരിക്കട്ടെ. പ്രിയ